രാജസ്ഥാനിലെ പുഷ്കറിലുള്ള ബ്രഹ്മക്ഷേത്രം. ഇത് വിശദമായി ചിത്രീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. പക്ഷേ ക്യാമറയ്ക്ക് വിലക്കുള്ളതിനാൽ അകത്ത് കയറി ചിത്രീകരിക്കാനായില്ല. അതിനാൽ ക്ഷേത്രനടയിൽ നിന്നും പുഷ്കർ സരോവറിലേക്കുള്ള വഴിയെ നടക്കുകയാണിപ്പോൾ. ക്ഷേത്രനഗരത്തിലെ പ്രശസ്തമായ ജലാശയമാണ് പുഷ്കർ സരോവർ. പ്രാദേശിക ടൂറിസ്റ്റുകളെക്കാൾ വിദേശികളെ കാത്തിരിക്കുന്ന കടകളാണ് എല്ലാം. കടകൾക്കരികിലൂടെ നടക്കവെയാണ് ഈ കാഴ്ചയിലേക്കെത്തുന്നത്. തുറന്ന വാഹനത്തിൽ കുറച്ചുപേരെ മാലയണിയിച്ച് സ്വീകരിച്ചു കൊണ്ടുവരുന്നു. മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യപ്പെടുന്നുണ്ട്. മാലയണിഞ്ഞവർക്ക് മേൽ പുഷ്പവൃഷ്ടി നടക്കുന്നു. രാഷ്ട്രീയക്കാരുടെ വിജയഘോഷമാണിത്. എന്താണ് കാര്യമെന്ന് ആദ്യം പിടികിട്ടിയില്ല. വലിയ ജനക്കൂട്ടം. പല വാഹനങ്ങളിലായി കുറേ പേരെ ഇങ്ങനെ മാലയണിയിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് പുഷ്കറിലെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന്റെ വിജയാഹ്ലാദമാണിതെന്ന്. പുഷ്കർ നഗരപാലികയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട BJP സ്ഥാനാർത്ഥികളുടെ വിജയഘോഷം. കോൺഗ്രസിന് മുൻതൂക്കമുണ്ടായിരുന്ന പുഷ്കർ നഗരപാലിക ഇക്കുറി BJP തൂത്തുവാരിയിരിക്കുകയാണ്. ആകെയുള്ള 20 സീറ്റുകളിൽ 16ഉം BJPക്കാണ്. 3 സീറ്റിൽ സ്വതന്ത്രർ ജയിച്ചു. കഴിഞ്ഞ തവണ മുനിസിപ്പാലിറ്റി ഭരിച്ചിരുന്ന കോൺഗ്രസിന് ഇക്കുറി ആകെ 1 സീറ്റിൽ മാത്രമേ വിജയിക്കാനായുള്ളൂ. ബാൻഡ് മേളമൊക്കെയായി വളരെ ആഘോഷപൂർവ്വം തന്നെയാണ് വിജയികളെ ആനയിക്കുന്നത്. വർണ്ണച്ചേല ചുറ്റിയ ധാരാളം സ്ത്രീകളുണ്ട് ഘോഷയാത്രയിൽ. ബാൻഡ് മേളവും പാട്ടും നൃത്തവുമായി അരങ്ങ് ആകെ കൊഴുത്തിരിക്കുന്നു. ഇലക്ഷൻ വിജയമെന്നത് ഉത്തരേന്ത്യയിൽ, പ്രത്യേകിച്ച് രാജസ്ഥാനിൽ എത്ര വലിയ ഉത്സവമാണെന്ന് ഇവിടെ കണ്ടറിയാം. വിജയം അതൊരു പ്രാദേശിക ഭരണകേന്ദ്രത്തിലേക്കുള്ളതാണെങ്കിലും ഇവരുടെ ആഹ്ലാദം ഉച്ചസ്ഥായിലായിരിക്കും. വഴിയെ പോകുന്നവർക്കെല്ലാം മധുരപലഹാരങ്ങൾ നൽകുന്നുണ്ട്. ജമന്തിപ്പൂക്കളുടെയും റോസാപുഷ്പങ്ങളുടെയും ദളങ്ങൾ വാരി വിതറിക്കൊണ്ടിരിക്കുന്നു. രാജസ്ഥാൻ ഇപ്പോൾ പൂർണ്ണമായും BJPയുടെ കീഴിലാണെന്ന് പറയാം. ആദ്യകാലത്ത് കോൺഗ്രസ് ആയിരുന്നു ഈ സംസ്ഥാനത്തെ അനിഷേധ്യ കക്ഷി. 1980കൾ വരെയും സംസ്ഥാനത്ത് കോൺഗ്രസ് മേധാവിത്വം തുടർന്നു. ജനതാ പാർട്ടി, ജനസംഘം, ജനതാദൾ, രാജമാതാ ഗായത്രി ദേവിയുടെ സ്വതന്ത്ര പാർട്ടി എന്നിവയൊക്കെ പല കാലങ്ങളിൽ രാജസ്ഥാനിലെ സ്വാധീന ശക്തികളായിരുന്നു. പാതയിൽ പുഷ്പദലങ്ങൾ ഒരു പരവതാനി വിരിച്ചിട്ടതുപോലെ കിടക്കുന്നു. വഴിയോരത്ത് വീണുകിടക്കുന്ന പൂമാലകൾ ഭക്ഷണമാക്കുകയാണ് തെരുവു പശുക്കൾ. ജമന്തിയും ചെണ്ടുമല്ലിയുമാണ് ഇന്ന് പശുക്കളുടെ ഭക്ഷണം. മറ്റൊന്നും ഇന്ന് കഴിക്കേണ്ടെന്ന തീരുമാനത്തിലാണ് പശുക്കളെന്ന് തോന്നും. അവയെ പിന്നിട്ട് നടക്കുമ്പോൾ വഴിയോരത്ത് ഒരു ഒട്ടകവണ്ടി. ദൈന്യതയാർന്ന മുഖഭാവമാണ് ഒട്ടകത്തിന്. രാജസ്ഥാനി ഒട്ടകങ്ങൾക്ക് പൊതുവെ ഒരു ഐശ്വര്യമുണ്ട്. പാതയിൽ വീണുകിടക്കുന്ന റോസാദളങ്ങൾ അടിച്ചു നീക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഏതാനും സ്ത്രീകൾ. അവർക്കരികിലൂടെ മുന്നിലും പിന്നിലും ഒട്ടകവുമായി ഒട്ടകവണ്ടി കടന്നുപോകുന്നു. ഘോഷയാത്ര കടന്നുപോയ ഉടനെ തന്നെ ചൂലുമായി ഒരു സംഘം സ്ത്രീകൾ ഇറങ്ങി തെരുവ് അടിച്ചു വൃത്തിയാക്കുകയാണ്. വീണുകിടക്കുന്നത് റോസാദളമാണെങ്കിലും അതടിച്ചുവാരി വഴി വൃത്തിയോടെ ഇടുന്നത് അനുകരണീയമായ കാര്യം തന്നെ. പുഷ്കർ സരോവറിലെ ഘട്ടുകളിലേക്കുള്ള പടിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ആകെ 52 ഘട്ടുകളുണ്ട് പുഷ്കർ സരോവറിന് ചുറ്റുമായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 10 ഘട്ടുകളിലേക്കുള്ള വഴിയാണിത്. മാർബിൾ പാകി മനോഹരമാക്കിയ പടവുകൾ ഇറങ്ങി വേണം ഘട്ടിലേക്കെത്താൻ. 1/2 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള തടാകമാണ് പുഷ്കർ. ശരിക്കും പുഷ്കർ ഒരു തീർത്ഥാടന കേന്ദ്രമായി വളരാനുള്ള കാരണം തന്നെ ആ തടാകമാണ്. രജപുത്ര രാജാക്കന്മാരുടെ കാലത്തും മറാത്ത സാമ്രാജ്യത്തിന്റെ ഭരണത്തിൻ കീഴിലായിരുന്ന കാലത്തും പുഷ്കറിന് അതീവ പ്രാധാന്യമാണ് കൽപ്പിക്കപ്പെട്ടിരുന്നത്. പുഷ്കർ സരോവറിന്റെ ചുറ്റുപാടും മാർബിൾ പാകി മനോഹരമാക്കിയതും ഘട്ടുകൾ സൗകര്യപ്രദമാക്കിയതുമെല്ലാം രജപുത്ര മറാത്ത രാജാക്കന്മാരാണ്. വാരണാസിയിൽ ഗംഗയുടെ തീരത്ത് കണ്ടതുപോലുള്ള തിരക്കൊന്നും ഇവിടെയില്ല. എന്നാൽ കാർത്തിക പൂർണിമ പോലുള്ള വിശേഷ ദിവസങ്ങളിൽ പുഷ്കർ സരോവറിലെ സ്നാനത്തിന് 10,000-കണക്കിന് ആളുകളാണെത്തുക. പുഷ്കറിൽ മുങ്ങിയാൽ പാപവിമുക്തി നേടുമെന്നും ചർമ്മരോഗങ്ങൾ സുഖപ്പെടുമെന്നുമൊക്കെയാണ് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നത്. പിതൃതർപ്പണവും ഹോമങ്ങളും പൂജകളുമെല്ലാം നടക്കുന്ന പടവുകളാണിത്. ചിലയിടത്ത് ഹോമകുണ്ടങ്ങൾ.
ഈ പന്തലുകൾ തടാകത്തിന്റെ കാഴ്ചയെ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിലും വെയിലും മഴയുമേൽക്കാതെ ഇതിനു ചുവട്ടിലിരുന്ന് പൂജകളും കർമ്മങ്ങളും ചെയ്യാം. വേനലിലും ഇവിടെ ഇരുന്ന് പിതൃതർപ്പണം നടത്താനുള്ള സൗകര്യമാണ്. സരോവറിനു ചുറ്റും പൗരാണികമായ മന്ദിരങ്ങളാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിരവധി ചെറുക്ഷേത്രങ്ങളും പുഷ്കർ ലേക്കിന്റെ കരയിലുണ്ട്. 8 മുതൽ 10 മീറ്റർ വരെയാണ് ഇതിന്റെ ആഴം. ചുറ്റിലുമുള്ള മാർബിൾ പടവുകളെല്ലാം എപ്പോഴും വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. കുറെ പുരുഷന്മാരും സ്ത്രീകളും എപ്പോഴും പുഷ്കർ സരോവറിനു ചുറ്റും ചൂലും തുണിയുമൊക്കെയായി നടക്കുന്നത് കാണാം. തടാകത്തിന്റെ ഒരു കോണിൽ ഇങ്ങനെയൊരു തറയും അതിലൊരു ചെറുക്ഷേത്രവുമുണ്ട്. ശിവലിംഗ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണത്. അതിന് 4 വശത്തുമുണ്ട് ഓരോ ചെറുഘട്ടുകൾ. BC 4-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഒരു തീർത്ഥാടന സ്ഥലമായി പുഷ്കർ തടാകം ഇവിടെ ഉണ്ടായിരുന്നെന്നാണ് ചരിത്രം. സാഞ്ചിയിൽ നിന്നും കണ്ടെടുത്ത പുരാരേഖകളിൽ ഈ തടാകത്തെപ്പറ്റിയുള്ള സൂചനകളുണ്ട്. BC 4-ാം നൂറ്റാണ്ടിൽ നിലവിലുണ്ടായിരുന്ന ഗ്രീക്ക് നാണയങ്ങളിൽ നിന്നും പുഷ്കർ ലേക്കിനെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 2400 വർഷം മുൻപത്തെ ഒരു ട്രേഡ് റൂട്ടിൽ ഉൾപ്പെട്ട സ്ഥലമായിരുന്നു പുഷ്കർ എന്ന് ഗവേഷകർ കണ്ടെത്തുന്നത് ആ ലിഖിതങ്ങളിൽ നിന്നുമാണ്. വാരണാസിയിൽ ഗംഗാതീരത്തുള്ളതുപോലെ പല നാട്ടുരാജാക്കന്മാർ പണിയിച്ച ഘട്ടുകൾ പുഷ്കർ സരോവറിന് ചുറ്റുമുണ്ട്. ഇത് 17-ാം നൂറ്റാണ്ടിൽ കോട്ട എന്ന രാജ്യത്തെ രാജാവ് പണിത ഘട്ടാണ്. ഗ്വാളിയർ ഘട്ട്, ജയ്പൂർ ഘട്ട്, വരാഹഘട്ട്, സപ്തർഷി ഘട്ട് എന്നിങ്ങനെ നീളുന്നു ഇവിടുത്തെ ഘട്ടുകളുടെ നിര. പൗരാണിക കാലത്ത് ബ്രഹ്മാവ് മഹായജ്ഞത്തിനു വേണ്ടി ഇവിടെ എത്തിയിരുന്നെന്നാണ് ഐതിഹ്യം. അന്ന് ഈ തടാകമുണ്ടായിരുന്നില്ല. പ്രദേശത്തെ ജനങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന വജ്രനാസ് എന്ന രാക്ഷസനെ മന്ത്രം ജപിച്ച ഒരു താമരപ്പൂ കൊണ്ടെറിഞ്ഞ് ബ്രഹ്മാവ് വധിച്ചു. ആ താമരയിൽ നിന്നും 3 ഇതളുകൾ താഴെ പതിച്ചയിടത്താണ് പുഷ്കർ തടാകമുണ്ടായതെന്നാണ് ഐതിഹ്യം. മഹാഭാരതത്തിലും വാമനപുരാണത്തിലും ഈ തടാകത്തെക്കുറിച്ച് പരാമർശങ്ങളുണ്ട്. യുധിഷ്ഠിരൻ മഹാരാജാവാകാനുള്ള അശ്വമേധത്തിനിടെ പുഷ്കരയിൽ സ്നാനം ചെയ്തതായി മഹാഭാരതം പറയുന്നു. പ്രഹ്ലാദ രാജകുമാരൻ തീർത്ഥാടനത്തിനിടെ പുഷ്കരായന എന്ന സ്ഥലത്തെത്തിയതായി വാമനപുരാണത്തിലുമുണ്ട്. ഈ 2 പരാമർശങ്ങളും പുഷ്കർ സരോവറിനെക്കുറിച്ച് തന്നെയാണെന്നാണ് ഗവേഷകർ പറയുന്നത്. രാജസ്ഥാനിൽ മറ്റെവിടെയും കാണുന്നത് പോലെ ധാരാളം പ്രാവുകൾ ഈ തീരത്തുമുണ്ട്. വാരണാസിയിൽ ഗംഗാതീരത്തുള്ളതുപോലെ തന്നെയുണ്ട് ഇവിടെയും ഘട്ടുകളുടെ കാഴ്ച. തടാകത്തിനു ചുറ്റുമുള്ള കെട്ടിടങ്ങൾക്കെല്ലാം വെള്ള നിറമാണ് പൂശിയിരിക്കുന്നതെന്നതാണ് ആകർഷകമായ ഒരു സംഗതി. അത് ഘട്ടുകളുടെ പൗരാണിക ഭാവത്തിന് കൂടുതൽ മിഴിവ് നൽകുന്നു. തടാകത്തിന്റെ ഒരു ഭാഗത്ത് മാത്രമല്ല, ചുറ്റോടുചുറ്റും ഇത്തരം മന്ദിരങ്ങളുണ്ട്. പുലർക്കാലങ്ങളിൽ 100 കണക്കിന് ആളുകൾ ഈ ഘട്ടുകളിൽ പിതൃതർപ്പണത്തിനായി എത്തുന്നു. പൗരാണിക കാലം മുതൽ തുടർന്നു വന്ന പുഷ്കർ തടാകത്തിന്റെ പ്രൗഢിക്കും പാരമ്പര്യത്തിനും അല്പമൊരു ഇടിവുണ്ടായത് മുഗൾ ഭരണകാലത്താണ്. മുഗളന്മാർ ഇവിടെ തീർത്ഥാടകർ നികുതി നൽകണമെന്ന നിബന്ധന വയ്ക്കുകയും മതപരമായ ഘോഷയാത്രകൾ നിരോധിക്കുകയും ചെയ്തു. ഈ പ്രദേശം ഭരിച്ചിരുന്ന രജപുത്ര രാജാവിനെ കീഴടക്കിയ ജഹാംഗീർ ചക്രവർത്തി 1615-ൽ തടാകതീരത്ത് ഒരു നായാട്ടുകൊട്ടാരം സ്ഥാപിക്കുകയും പതിവായി തടാകത്തിന്റെ തീരവനങ്ങളിൽ നായാട്ടിനെത്തുകയും ചെയ്തു. വിശുദ്ധ ജലാശയത്തിന്റെ തീരത്തെ മൃഗങ്ങളെ വേട്ടയാടരുതെന്ന പ്രദേശവാസികളുടെ അപേക്ഷ ജഹാംഗീർ പരിഗണിച്ചില്ലെന്നും അജ്മീർ കോട്ടയിൽ വസിക്കുന്ന സമയത്ത് 16 തവണ അദ്ദേഹം പുഷ്കരിൽ മൃഗേയ വിനോദത്തിനെത്തിയെന്നുമാണ് ചരിത്രം പറയുന്നത്. എത്രയോ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കെട്ടിടങ്ങളുടെ മുന്നിൽ നിന്ന് വിദേശികൾ പുഷ്കർ സരോവറിനെ അത്ഭുതത്തോടെ വീക്ഷിക്കുന്നു. വാരണാസിയെപ്പോലെ തന്നെ കൗതുകമുണർത്തുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണല്ലോ ഇതും. നരച്ച മലകളുടെ പശ്ചാത്തലത്തിൽ ഒരേ നിറമാർന്ന മന്ദിരനിര. കാൽപ്പനിക ഭാവമുള്ള ഒരു പ്രദേശം തന്നെയാണിത്. ബാനറും പോസ്റ്ററും ഫ്ലെക്സും തോരണവും ഒന്നുമില്ല എന്നതുതന്നെ ആശ്വാസം. തോന്നും വിധം ആരും കെട്ടിടങ്ങളിൽ പെയിന്റ് അടിച്ചിട്ടുമില്ല. പൗരാണികതയെ അതേ ഭാവത്തോടെ തന്നെ നിലനിർത്തിയിരിക്കുന്നു. രാജസ്ഥാന്റെ വർത്തമാനകാല സാഹചര്യത്തിൽ ഗംഭീരം എന്ന് വിശേഷിപ്പിക്കാവുന്ന വിധം തന്നെയാണ് പുഷ്കർ സരോവറിനെയും തീരത്തെ മന്ദിരങ്ങളെയുമെല്ലാം സംരക്ഷിച്ചു വരുന്നത്. തടാകക്കരയിൽ നിന്നും ഞാൻ മടങ്ങുകയാണ്. തെരുവിൽ സായന്തന തിരക്ക് തുടങ്ങുന്നു.
കടകളിൽ വൈദ്യുതി ദീപങ്ങൾ തെളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. തെരുവിൽ നിന്നും നിരവധി ഇടത്തെരുവുകൾ പുറപ്പെടുന്നുണ്ട്. അവിടെയൊക്കെ ഓരോ ചെറുക്ഷേത്രങ്ങളും ഉണ്ടാവും. സന്ധ്യയാവുമ്പോൾ പാശ്ചാത്യ സഞ്ചാരികളെയാണ് ഇവിടെ കൂടുതലായും കണ്ടുമുട്ടുന്നത്. അല്പം ഹിപ്പി സ്വഭാവമുള്ള വിദേശികളാണ് ഇവിടെ എത്തുന്നതെന്ന് എനിക്ക് തോന്നി. പുഷ്കർ ഒരു വിനോദസഞ്ചാര കേന്ദ്രമല്ല, പുരാതന ക്ഷേത്ര നഗരമാണ്. രാജസ്ഥാന്റെ പരുക്കൻ ജീവിതം തന്നെയാണ് ഇവിടെ സഞ്ചാരികൾ തേടി നടക്കുന്നതെന്ന് തോന്നും. രാജസ്ഥാന്റെ തനത് വർണ്ണവസ്ത്രങ്ങൾ വിൽക്കുന്ന കടകൾ, അവയ്ക്കിടയിലൂടെ ആഹ്ലാദചിത്തരായി നീങ്ങുന്ന സഞ്ചാരികൾ. രാജസ്ഥാനി വസ്ത്രങ്ങളോടും ജീവിത രീതികളോടും ഇവർ ഏറെ ഇണങ്ങിയിരിക്കുന്നു. പട്ടണവാസികളാവട്ടെ വിദേശികളെ തങ്ങളുടെ സമൂഹത്തിന്റെ ഭാഗമായി അംഗീകരിച്ചിരിക്കുന്നു. ജയ്പൂരിലെത്തുന്ന സഞ്ചാരികൾ ഭൂരിഭാഗവും അജ്മീറും പുഷ്കറും സന്ദർശിച്ചേ മടങ്ങൂ. ഓരോ തെരുവിലും നിറഞ്ഞൊഴുകുന്ന ടൂറിസ്റ്റുകളുടെ സംഘങ്ങളെയാണ് കാണുന്നത്. 8,000 മുതൽ 15,000 വരെ ടൂറിസ്റ്റുകൾ ഓരോ ദിവസവും പുഷ്കർ നഗരത്തിൽ എത്തുന്നുണ്ടെന്നാണ് കണക്ക്. പ്രശസ്തമായ പുഷ്കർ ഫെയറിന്റെ നാളുകളിൽ 100,000-ഓളം സന്ദർശകരാണ് ഈ ക്ഷേത്ര നഗരത്തിൽ വന്നു നിറയുക. പ്രാദേശികരായ സ്ത്രീകൾ പരമ്പരാഗത വസ്ത്രം ധരിച്ച് മുഖം മറച്ച് കടന്നുപോകുന്നു. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ടൂറിസ്റ്റുകളെ ലക്ഷ്യമിട്ടുള്ള പരമ്പരാഗത രാജസ്ഥാനി ഉൽപ്പന്നങ്ങളാണ് കടകളിലെല്ലാം നിരന്നിരിക്കുന്നത്. കല്ലുമാലകളും കുപ്പിവളകളും മാത്രമേ ഈ കടകളിൽ ഇന്നാട്ടുകാരെ ആകർഷിക്കുന്നതായി ഉണ്ടാവുകയുള്ളൂ. ചിലയിടത്താകട്ടെ ആയുധങ്ങളാണ് വിൽപ്പന. ശ്രദ്ധിച്ചു നോക്കിയാൽ ചൈനീസ് ആയുധങ്ങളും ഇതിൽ കാണാം. രാജസ്ഥാന്റെ തനതു നിർമ്മിതികളായ ലെതർ ചെരുപ്പുകൾ. 100 കണക്കിന് കടകളുണ്ട്. രാജസ്ഥാന്റെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെല്ലാം കാണുന്ന ഉൽപ്പന്നങ്ങൾ തന്നെ. പക്ഷേ സഞ്ചാരികളെ ആകർഷിക്കുന്ന എന്തോ ഘടകങ്ങൾ ഈ ഉൽപ്പന്നങ്ങളിലെല്ലാമുണ്ട്. അതൊരു പക്ഷേ ഇവയുടെ നിറമാകാം, അതല്ലെങ്കിൽ തെല്ലൊരു പരുക്കനായ ഭാവമാകാം. ഇടത്തെരുവുകളിലൂടെ ഇങ്ങനെ പോകുമ്പോൾ തീർത്ഥാടകരായി എത്തിയ വർണ്ണച്ചേല ചുറ്റിയ ഈ സ്ത്രീകളുടെ കൂട്ടം പോലും തെരുവിന് അലങ്കാരമാവുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. ബഹാദൂർ സിംഗ് കാറുമായി കാത്തിരിക്കുന്നിടത്തേക്ക് ഞാൻ തിരികെ നടക്കുകയാണ്. പുഷ്കർ ഫെയർ നടക്കുന്ന 5 ദിവസങ്ങളിൽ സുവനീർ കടകളിലും തുണിക്കടകളിലുമെല്ലാം അവിശ്വസനീയമായ വിലക്കുറവായിരിക്കും ഇവിടെ. ഞാനങ്ങനെ നടക്കവെയാണ് ഇവൻ മുന്നിലേക്ക് ഓടി വരുന്നത്. രാജസ്ഥാനിലെ തനതു സംഗീതോപകരണമായ രാവൺഹട്ട മീട്ടുകയാണ്. ഇന്ത്യൻ വയലിൻ എന്ന് വിദേശികൾ വിളിക്കുന്ന ഉപകരണം. കുറച്ചുനേരം അവൻ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് രാവൺഹട്ട വായിച്ചു. അങ്ങനെ നിൽക്കെ തലയ്ക്ക് താങ്ങാവുന്നതിലും വലിയ തലപ്പാവൊക്കെ വെച്ച് മറ്റൊരു രാവൺഹട്ടക്കാരനും കൂടിയെത്തി. കരിമ്പടം ചുറ്റി മുഷിഞ്ഞ സഞ്ചിയും തൂക്കി സന്യാസിമാർ കടന്നുപോകുന്നു. അതാ സംഗീതം പൊഴിക്കാൻ മറ്റൊരാൾ കൂടി എത്തിയിരിക്കുന്നു. 3 പേരും ശ്രുതിയും താളവും ഒന്നും ശ്രദ്ധിക്കാതെ രാവൺഹട്ടയെ ഭേദ്യം ചെയ്യുകയാണ്. അപശ്രുതിയുടെ ഒരു സംഗീതമേള. ഇനിയും പിരിവ് പ്രതീക്ഷിച്ച് രാവൺഹട്ടക്കാർ വരാൻ ഇടയുണ്ട്. അതിനാൽ ഞാൻ അവരെ വിട്ട് നടത്തം തുടരുകയാണ്. പലതരം ആളുകൾ. മസാലച്ചായ സൈക്കിളിൽ കൊണ്ടുനടന്നു വിൽക്കുന്നവർ, കടലക്കച്ചവടക്കാർ. വിൽപ്പനക്കാരുടെ രൂപം പോലും കൗതുകകരം. രാജസ്ഥാൻകാർ തന്നെയായ ധാരാളം സ്ത്രീകൾ തെരുവിലൂടെ നീങ്ങുന്നു. ക്ഷേത്രദർശനം കഴിഞ്ഞ് കടവിലേക്ക് പോകുന്നവരാണിവർ. ചെറുതെങ്കിലും ഭംഗിയുള്ള നഗരം. ഒട്ടകത്തോലുകൊണ്ടുള്ള ഉൽപ്പന്നങ്ങളാണ് ഇതൊക്കെ. ബാഗുകളും ബാക്ക് പാക്കുകളുമൊക്കെയുണ്ട്. സായിപ്പിന് വളരെ കൗതുകമുള്ള സംഗതികളാണിത്. വൈവിധ്യമാർന്ന രൂപവും വലിപ്പവുമുള്ള ബാഗുകൾ. രാജസ്ഥാനിൽ വരുന്നവർക്ക് തീർച്ചയായും വാങ്ങാവുന്ന ഒരു സുവനീർ തന്നെയാണിത്. ആയുധക്കടകൾ കുറേയേറെയുണ്ട്. ഒരു തലയും ഇരുതലയുമുള്ള കഠാരകളും വാളും പരിചയും മഴുവുമെല്ലാം നിരന്നിരിക്കുന്നു. രജപുത്ര വീര്യത്തിന് ചേർന്ന ആയുധങ്ങൾ തന്നെ. പക്ഷേ രാജസ്ഥാനി ആയുധങ്ങൾ ഇതിൽ വളരെ കുറവാണ്. ചൈനയ്ക്കാണ് മേൽക്കൈ. നേരം 5:30 കഴിഞ്ഞിരിക്കുന്നു. ഞാൻ പ്രധാന തെരുവിലേക്ക് കയറിയപ്പോഴേക്കും കാറുമായി ഏതോ പാർക്കിംഗ് ഏരിയയിൽ നിന്നും
ബഹാദൂർ സിംഗ് എത്തി. കാറിൽ കയറി പുഷ്കറിൽ നിന്നുള്ള യാത്ര തുടരുകയാണ്. വന്ന വഴിയിലൂടെയല്ല പട്ടണത്തിൽ നിന്നുള്ള മടക്കം. ഇവിടെയും തെരുവോരത്ത് ടൂറിസ്റ്റുകളെ കാത്തിരിക്കുന്ന കടകൾ തന്നെയാണ് കാഴ്ച. പ്രധാന കെട്ടിടങ്ങളിൽ നിന്നും തെരുവിലേക്ക് ഇറക്കിക്കിട്ടിയ ചായ്പുകൾ. പുഷ്കർ ഫെയർ പ്രമാണിച്ചാവാം ഇതിങ്ങനെ നിരത്തിലേക്കിറങ്ങിയത്. നവംബറിന്റെ ആദ്യവാരത്തിലായിരുന്നു 2014 പുഷ്കർ ഫെയർ. മേള കഴിഞ്ഞാലും പിന്നെയും 2 മാസത്തോളം തെരുവോര കച്ചവടത്തിനായി വന്നവർ ഇവിടെ തന്നെയുണ്ടാവും. മതപരമായ ഉത്സവവും ലോകത്തെ ഏറ്റവും വലിയ ഒട്ടകമേളയും ഇന്ത്യയിലെ ഏറ്റവും വലിയ കന്നുകാലി മേളയുമാണ് പുഷ്കർ ഫെയർ. പുഷ്കർ ഫെയറിന്റെ പ്രധാന സ്ഥലങ്ങൾ ഇതൊക്കെയാണ്. ഒട്ടകങ്ങൾ ഇപ്പോഴും ഇവിടെയുണ്ട്. ഒട്ടകമേളയാണ് പുഷ്കർ ഫെയറിലെ പ്രധാന ആകർഷണം. രാജസ്ഥാന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 60,000-ഓളം ഒട്ടകങ്ങളാണ് പുഷ്കർ ഫെയറിന്റെ ദിനങ്ങളിൽ ഇവിടെ എത്തുന്നത്. ഈ പ്രദേശങ്ങളെല്ലാം അലങ്കാരങ്ങളും തൊങ്ങലും മേൽച്ചട്ടയുമണിഞ്ഞ ഒട്ടകങ്ങളെ കൊണ്ട് നിറയും അന്ന്. പുഷ്കറിന്റെ പ്രാന്തഭാഗങ്ങൾക്ക് മരുഭൂമിയുടെ സ്വഭാവമാണ്. ശരിക്കും രാജസ്ഥാന്റെ മരുഭൂമി ഇവിടെ ആരംഭിക്കുകയാണെന്ന് പറയാം. പാതയുടെ ഇരുഭാഗത്തും മണൽക്കൂനകളും മുൾച്ചെടികൾ വളരുന്ന വരണ്ട ഭൂമിയും. ആ കാഴ്ചയ്ക്ക് നിറം പകർന്ന് ഒട്ടകങ്ങളും ഒട്ടകവണ്ടിയും. ഹൈവേയിലേക്ക് ചെന്നു ചേരുന്നതിനായി പുഷ്കറിന്റെ പ്രാന്തത്തിലെ മറ്റൊരു വഴിയിലൂടെയാണ് പോകുന്നത്. ഈ വഴിയല്ല അജ്മീരിൽ നിന്നും പുഷ്കറിലേക്ക് വന്നത്. രാജസ്ഥാന്റെ ഗ്രാമീണമായ കൂടുതൽ ദൃശ്യങ്ങൾ ലഭിക്കാൻ വന്ന വഴി ഒഴിവാക്കണമെന്ന് ഞാൻ ബഹാദൂർ സിംഗിനോട് പറഞ്ഞിരുന്നു. ആരവല്ലി മലനിരകളുടെ സമീപത്തെ രാജസ്ഥാന്റെ ഗ്രാമപ്രദേശങ്ങളുടെ ഭൂപ്രകൃതി ഇങ്ങനെയാണ്. രജപുത്ര ഭരണത്തിന്റെ സ്മരണകൾ നിലനിൽക്കുന്നതാണ് രാജസ്ഥാനിലെ ഓരോ ഉൾനാടൻ ഗ്രാമവും. അക്കാലത്തെ ജീവിതം തന്നെയാണ് ഇന്നും അവിടെ കാണാനാവുക. കടും നിറമുള്ള ചേല ചുറ്റിയ സ്ത്രീകളും കൊമ്പൻ മീശയും വർണ്ണത്തലപ്പാവുമുള്ള പുരുഷന്മാരും മൺകുടിലുകളുമെല്ലാം രാജസ്ഥാനി ഗ്രാമങ്ങളെ ചരിത്രത്തിന്റെ ഏതോ ദശാസന്ധിയിൽ ഫ്രീസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണെന്ന് തോന്നിപ്പിക്കും. ഗ്രാമങ്ങളിൽ വിദ്യാഭ്യാസമുള്ളവർ വളരെ കുറവാണ്. 1991-ൽ രാജസ്ഥാന്റെ സാക്ഷരതാ നിരക്ക് 38% മാത്രമായിരുന്നെന്ന് ഓർക്കണം. അതിപ്പോൾ 67% ആയിട്ടുണ്ടെങ്കിലും ഗ്രാമീണ പ്രദേശങ്ങളിൽ വിദ്യാലയങ്ങളിലെത്തുന്ന കുട്ടികളുടെ എണ്ണം കുറവാണ്. രാജസ്ഥാന്റെ ഭൂമിയിൽ ഏറിയ പ്രദേശവും ഇങ്ങനെ മരുക്കുന്നുകളും മലമ്പ്രദേശങ്ങളുമാണ്. ഒട്ടകത്തെയും ആടിനെയും വളർത്തിയും മൺപാത്ര നിർമ്മാണം, കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം എന്നിവയിൽ ഏർപ്പെട്ടുമാണ് ഗ്രാമങ്ങളിൽ വലിയൊരു വിഭാഗം കഴിഞ്ഞുകൂടുന്നത്. മരുഭൂമി പോലുള്ള സ്ഥലത്ത് വലിയ കോട്ടമതിലും അതിനുള്ളിൽ കൊട്ടാരം പോലുള്ള ചില നിർമ്മിതികളുമൊക്കെ കാണുന്നു. റിസോർട്ടുകളാണ് ഇതൊക്കെ. പുഷ്കറിൽ ടൂറിസ്റ്റുകൾ എത്തുന്നത് വർദ്ധിച്ചതോടെ ഇത്തരത്തിലുള്ള നിരവധി റിസോർട്ടുകൾ ഈ വെളിമ്പറമ്പുകളിലൊക്കെ ഉയരുന്നുണ്ട്. കൊക്കര എന്ന ഗ്രാമത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ചെറിയ പച്ചപ്പും മരങ്ങളുമുള്ളിടത്ത് ചെറിയ ഗ്രാമങ്ങൾ രൂപപ്പെട്ടിരിക്കുകയാണ്. ആട്ടിൻപറ്റവുമായി ഗ്രാമീണർ വരുന്നു. കുറ്റിക്കാടുകളിൽ ആടിനെ മേയ്ക്കാനായി രാവിലെ തന്നെ പോകുന്നവരാണ്. ആടിനെ തീറ്റുന്നതിനൊപ്പം വിറകും ശേഖരിച്ചാണ് മടക്കം. അസൽ രാജസ്ഥാനി വേഷക്കാരായ ദമ്പതികൾ. ചെമ്മരിയാടിനെയല്ല, കോലാടിനെയാണ് ഇവിടെയൊക്കെ വളർത്തുന്നത്. പാലിനും മാംസത്തിനും വേണ്ടി വളർത്തുന്ന ആടുകൾ. ഗഡേറിയ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് രാജസ്ഥാനിലെ ഇടയന്മാർ. മറ്റു നാടുകളിൽ നിന്നും വ്യത്യസ്തരായി ജാതിവ്യവസ്ഥയിൽ ബ്രാഹ്മണരും ക്ഷത്രിയരുമാണ് ഗഡേറിയ വിഭാഗത്തിലുള്ളത്. മുഗളന്മാരുടെ അധിനിവേശകാലത്ത് അവർ പിടികൂടി മതം മാറ്റുന്നത് ഭയന്ന് ബ്രാഹ്മണരും ക്ഷത്രിയരുമായ നിരവധി കുടുംബങ്ങൾ മലകളിലേക്കും വനങ്ങളിലേക്കും പലായനം ചെയ്തു. അവർ അവിടെ ചെറിയ സമൂഹങ്ങളായി ജീവിച്ചു. കൊക്കര ഗ്രാമത്തിലെ പ്രാഥമിക വിദ്യാലയമാണ് ഇക്കാണുന്നത്. വിദൂര ഗ്രാമങ്ങളാണെങ്കിലും ഇവിടെയെല്ലാം മൊബൈൽ റേഞ്ചുണ്ട്. രാജ്യം മുഴുവൻ മൊബൈൽ പരിധിക്കുള്ളിൽ വന്നു കഴിഞ്ഞെന്ന അറിവ് കൂടി ഈ ഉൾനാടൻ യാത്രകൾ നൽകുന്നു. ഇവിടെ മറ്റൊരു റിസോർട്ടുണ്ട്, പ്രതാപ് പാലസ് റിസോർട്ട്. പ്രശസ്തമായ കീസ് ഗ്രൂപ്പിൻ്റേതാണ് റിസോർട്ട്. മലഞ്ചെരുവിലെ വിജനമായ വഴികളിലൂടെ യാത്ര തുടരുകയാണ്. ഹൈവേയിലേക്കെത്താൻ ഇനിയും സമയമെടുക്കും. അങ്ങിങ്ങ് ചെറുഗ്രാമങ്ങൾ, ഒറ്റപ്പെട്ട ചെറുക്ഷേത്രങ്ങൾ എന്നിവയെല്ലാം കാണാം. രാജസ്ഥാന്റെ തനി ഗ്രാമീണമായ കാഴ്ചകൾ.
നല്ല തണുപ്പ് വീണിരിക്കുന്നു. കാറിന്റെ ജാലകച്ചില്ല് താഴ്ത്തിവെച്ചുള്ള ഈ യാത്ര രസകരമാണ്. തരക്കേടില്ലാത്ത റോഡ്. ആട്ടിൻപറ്റവുമായി നീങ്ങുന്ന ഇടയ കുടുംബങ്ങളെ പലയിടത്തു വെച്ചും കണ്ടുമുട്ടുന്നു. കാർ ഇപ്പോൾ എക്സ്പ്രസ് വേയിലേക്ക് കയറിയിരിക്കുന്നു. സായന്തനമാകുമ്പോൾ രാജസ്ഥാന്റെ ഗ്രാമീണ പ്രകൃതി കൂടുതൽ സുന്ദരമാകുന്നു. ജയ്പൂരിലേക്ക് മടങ്ങുകയാണ്. രാത്രി വൈകിയുള്ള വിമാനത്തിൽ നാട്ടിലേക്കും മടങ്ങണം. രാജസ്ഥാന്റെ അത്ഭുത കാഴ്ചകൾ അവസാനിച്ചിട്ടില്ല. ഉദയ്പൂർ, ജോധ്പൂർ, ജയ്സാൽമീർ, അങ്ങനെ എത്രയെത്ര അത്ഭുത ദേശങ്ങൾ. വീണ്ടും വരണം രാജസ്ഥാനിലേക്ക്. അതിനിടെ വിദേശങ്ങളിലൂടെ ഒന്ന് ചുറ്റി വരികയും വേണം. ഒടുവിൽ ജയ്പൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ തിരികെ എത്തുമ്പോൾ വിമാനം പുറപ്പെടാൻ 1 മണിക്കൂർ ശേഷിക്കുന്നുണ്ടായിരുന്നു.